ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമുക്ക് പൂ പോലുള്ള ഒരു വെള്ളയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി ഈസ്റ്റ് എടുത്ത് വെച്ചു, തേങ്ങ ചിരണ്ടിയൊക്കെ വെച്ചു. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തു. അങ്ങനെ അത് അരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത്തിരി പഞ്ചസാര, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഇത്തിരി നേരിയ ചൂടുവെള്ളവും കൂടി ഇട്ടിട്ട് നല്ലോണം നമ്മുടെ ഈസ്റ്റും കൂടി ഇട്ടിട്ട് അരച്ച് നല്ലോണം എടുത്തു. അതിന് ശേഷം ഇത്തിരി ചോറിട്ട് കഴിഞ്ഞാൽ നല്ലോണം മയം കിട്ടും. അപ്പോൾ അങ്ങനെ നല്ലോണം മയം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ചോറും കൂടി ഇട്ടിട്ട് അത് നല്ലോണം അരച്ചെടുത്ത് അതും പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതും കഴിഞ്ഞിട്ട് നമ്മുടെ അരിപ്പൊടിയിലെ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന അരിപ്പൊടി തന്നെ, പാലപ്പപ്പൊടിയല്ല, അല്ലാതെ തന്നെ നമ്മുടെ പുട്ടിനും ഒക്കെ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയും കൂടി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നേരിയ ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നാലേ അത് നല്ല മയം കിട്ടുകയുള്ളൂ. അങ്ങനെ നല്ലോണം അരച്ചെടുത്തിട്ട് കുറച്ച് നേരം അത് പൊങ്ങാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ചട്ടിയിലെടുത്തിട്ട് അത് നല്ലോണം അങ്ങോട്ട് കറക്കി നല്ലോണം നല്ല വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി മുട്ടക്കറിയും ഒക്കെ റെഡിയായി. അങ്ങനെ പൂ പോലുള്ള വെള്ളയപ്പം, നല്ല മയമുള്ളൊരു വെള്ളയപ്പം, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പമാണ് കേട്ടോ. അങ്ങനെ നല്ലോണം ഒക്കെ റെഡിയാക്കി എടുത്തു. ഓക്കെ, ബൈ ബൈ, സീ യു, ടാറ്റാ.